ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളാരും ഷെയർ ചെയ്യില്ലായിരിക്കും, ലൈക്കും ചെയ്യില്ലായിരിക്കും. എല്ലാവർക്കും ഇത് ഇഷ്ടാവൂല. മുത്തഅല്ലിമീങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദമാണ്. ഏറ്റവും നല്ല കൺകുളിർമയുള്ള കാഴ്ചയാണ് ഖുർആൻ ഓതുന്ന മക്കളെ കാണല്. അതിനേക്കാൾ മൂല്യമുള്ളൊരു ഇബാദത്ത് വേറെ എന്താണ് ഉള്ളത്? എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആലിമാണ്. അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു പോയി. ആ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. സഹോദരങ്ങൾ രണ്ടുപേർ ഭൗതിക ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ ഈ മുത്തഅല്ലിമിന്റെ വാപ്പയായത് കാരണം, അല്ലെങ്കിൽ ഒരു ആലിമിന്റെ വാപ്പയായത് കാരണം എത്രയോ ദിവസങ്ങൾ പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങളും ആലിമീങ്ങളും മുഅ്മിനീങ്ങളും ഒരുമിച്ച് കൂടി പ്രാർത്ഥനയുടെ സദസ്സൊരുക്കി ആ ഉപ്പാക്ക് വേണ്ടി. അപ്പൊ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്നെ കണ്ട പറഞ്ഞാണ്, എന്റെ മക്കളെയും ഞാൻ ഇൽമിന്റെ മാർഗത്തിലേക്ക് വിടണം. കാരണം ആ പ്രിയമുള്ള സുഹൃത്തിന്റെ വാപ്പ മരണപ്പെട്ടപ്പോൾ കിട്ടിയ പ്രാർത്ഥന അതെനിക്കും വേണം. കാരണം ഭൗതിക ജോലിയിൽ ഏർപ്പെടുന്നവരുടെ സുഹൃത്തുക്കൾ വന്നു, കണ്ടു, സഹകരിച്ചു മടങ്ങിയപ്പോൾ ദിവസങ്ങളോളം ഒരു ആലിമായതിന്റെ പേരിൽ ആ പിതാവിന് കിട്ടിയ ആ വലിയ ഭാഗ്യം അത് ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞൊരു അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടി മുത്തഅല്ലിമാകണം, ഒരു ഹാഫിളാകണം, ഒരു ആലിമാകണം. കാരണം നമ്മുടെ ഖബറിന്റെ ചാരത്ത് വന്ന് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ ഇതെന്റെ ഉമ്മയാണ്, ഉപ്പയാണ്, ഞാൻ ഈ ഓതുന്ന ഖുർആന് കാരണക്കാർ, ഞാൻ ഈ പഠിച്ച ദിക്റിന് കാരണക്കാർ, ഞാൻ ഈ ചെയ്യുന്ന ഇബാദത്തിന് കാരണക്കാർ, എന്നെ ഈ നന്മയുടെ മാർഗത്തിലേക്ക് വിട്ടവർ അവരിവരാണ് റബ്ബേ. ഇവർക്ക് നീ നരകം കൊടുക്കല്ലേ അല്ലാ, സ്വർഗം നീ കൊടുക്കണേ റബ്ബേ എന്ന രൂപത്തിൽ നമുക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരു മക്കള് വേണ്ടേ. ബാക്കിയെല്ലാം ദുനിയാവിൽ അസ്തമിച്ചു പോകും. വേറെ ഒന്നും ഇവിടെ നിലനിൽക്കില്ല. നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവിടെ സമ്പത്ത്, അവിടെ പ്രവർത്തനങ്ങൾ എല്ലാം നശിച്ചു പോകും. എന്നാൽ നാളെ സ്വർഗത്തിൽ കൈപിടിക്കാൻ ഒരു മുത്തഅല്ലിം ഉണ്ടെങ്കിൽ, ഒരു ഉമ്മ, നിങ്ങളുടെ ലോകത്തിൽ ഇവിടെ സമ്പാദിച്ച ഏറ്റവും വലിയ സമ്പത്ത് അതായിരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. എല്ലാവരിലേക്കും ഷെയർ ചെയ്യും. ഈ ഒരു ഇൽമ് ഷെയർ ചെയ്തതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നല്ല മുത്തുമണികളായ ആലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും ഹാഫിളീങ്ങളെയും നമുക്ക് അള്ളാഹു സമ്മാനിക്കട്ടെ. ഇനി നമുക്ക് അതിന് കഴിവില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുക്ക്, ഏതെങ്കിലും സ്ഥാപനത്തിലെ കുഞ്ഞിന്റെ പഠനം ഏറ്റെടുക്ക്. അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ മുത്തഅല്ലിമിന് അള്ളാഹു വലിയൊരു ഭാഗ്യം തന്നിട്ടുണ്ട്. 10-60ഓളം മക്കളെ വ്യത്യസ്ത മേഖലയിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ സേവകനാകാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ മക്കളെ നിങ്ങൾക്ക് കാണണ്ടേ? അവരാണ് എന്റെ സ്വപ്നവും എന്റെ പ്രതീക്ഷയും എന്റെ ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടും. ഇവരാണ് ഞാൻ കണ്ട സ്വപ്നം. വാ മക്കളെ. ഹബീബിയ ഹബീബിയ